മൂന്നാം തവണയും തുടർഭരണം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന LDFന് മറികടക്കാൻ UDFന്റെ മുന്നിലെ പ്ലാൻ എന്താണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100 സീറ്റ് ഉറപ്പെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ താനില്ല എന്നുമാണ് BD സതീശന്റെ നിലപാട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ച പോലും പരാജയത്തിന് വഴിവെക്കും എന്നാണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചത്. കർണാടക മോഡലിൽ തെരഞ്ഞെടുപ്പ് വരെ നേതൃത്വം ഒന്നിച്ചു നിൽക്കണമെന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളെ അറിയിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം 59 സെക്കൻഡിൽ ഒരു റിപ്പോർട്ട് കാണാം. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ മാസം ഡൽഹിയിൽ വെച്ച് കേരളത്തിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഐക്യ ആഹ്വാനമുണ്ടായത്. കോൺഗ്രസ് പാരമ്പര്യത്തിന്റെ ഭാഗമായ ഗ്രൂപ്പ് രാഷ്ട്രീയം നിലവിൽ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് സതീശൻ രാഹുലിനോട് പറഞ്ഞത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100 സീറ്റ് ലഭിക്കുമെന്നും 4.5% വോട്ട് വർധനയുണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു. അതിനിടയിലാണ് മുഖ്യമന്ത്രിയാകാനില്ലെന്ന് സതീശൻ നേതൃത്വത്തെ അറിയിച്ചത്. എന്നാൽ അത് ഈ ഘട്ടത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കരുതെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ച ഉയരുന്നത് തന്നെ പരാജയത്തിന് വഴിവെക്കുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. അനൈക്യത്തിന്റെ ഒരു സൂചനയും ഗുണകരമാകില്ലെന്നും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കർണാടക മോഡൽ വേണമെന്നും രാഹുൽ ഗാന്ധി നേതാക്കളോട് മറുപടി നൽകി. ശശി തരൂരിന്റെ ഒരു പരാമർശത്തോടും പ്രതികരിക്കരുതെന്നും ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളോട് നിർദ്ദേശിച്ചു. ജനകീയ വിഷയങ്ങളിലും സർക്കാരിനെതിരായ പോരാട്ടത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സംഘടനയെ ശക്തിപ്പെടുത്താനുമാണ് ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിച്ചത്. RDX ന്യൂസ് മലയാളം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചകൾ തെരഞ്ഞെടുപ്പ് വിജയം വരെ വേണ്ട എന്നാണ് ധാരണ എന്ന് നേരത്തെ റിപ്പോർട്ടിൽ RDX ചൂണ്ടിക്കാട്ടിയല്ലോ. പക്ഷേ കോൺഗ്രസിനകത്തും ഘടകകക്ഷികളിൽ നിന്നും പിന്തുണ ആർജിക്കാനുള്ള ശ്രമമാണ് നേതാക്കൾ അകത്തുകൂടെ പക്ഷേ നടത്തുന്നത്. നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണെറിയുന്ന പ്രധാന നേതാക്കൾ, അവർക്ക് അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് RDX ഈ വിഷയത്തിൽ ആദ്യം പരിശോധിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഓരോ നേതാക്കളായിട്ട് എടുത്ത് പരിശോധിച്ച് പോവാം. BD സതീശൻ, നിലവിലെ അദ്ദേഹത്തിന് അനുകൂലമായതും പ്രതികൂലമായ കാര്യങ്ങൾ നോക്കാം. നിലവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. നയിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിലെ യുവ MLA-മാരുടെ അടക്കം പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. നിയമസഭയിലെ പ്രസംഗങ്ങളടക്കം ശ്രദ്ധേയമായതാണ് എന്നത് BD സതീശന് വലിയ എഡ്ജ് ആ നിലക്ക് നൽകുന്നുണ്ടെന്ന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ വിചാരിക്കുന്നു. പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ശൈലിക്കെതിരായി കോൺഗ്രസിനകത്ത് വലിയ വിമർശനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലിക്കെതിരായിട്ട് മുതിർന്ന നേതാക്കളെ മുഖവിലക്കെടുക്കുന്നില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങ് പോവുകയാണെന്നൊരു തോന്നലുണ്ട്. കൂടിയാലോചനകളില്ലാതെ തീരുമാനങ്ങൾ എന്ന ആക്ഷേപവും അദ്ദേഹത്തിന് പ്രതികൂലമായിട്ട് BD സതീശന് പ്രതികൂലമായിട്ടുണ്ട്. സാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ കുറവ് BD സതീശന് പ്രതികൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്നാണ്. നമുക്ക് മറ്റ് നേതാക്കളിലേക്ക് നോക്കിയാൽ രമേശ് ചെന്നിത്തല പ്രധാനപ്പെട്ട നേതാവായി നിൽക്കുന്നു. സംഘടനയിലും ഭരണതലത്തിലും ദീർഘകാലത്തെ പ്രവൃത്തി പരിചയം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്ന് നമുക്കറിയാം. സാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളതുപോലെ മറ്റൊരു നേതാവിനും ഇല്ല. മുതിർന്ന നേതാക്കളുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെക്കാൾ മുതിർന്ന നേതാക്കളുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. ഗാന്ധി കുടുംബവുമായുള്ള അടുപ്പം, ഹിന്ദി ബെൽറ്റിൽ പ്രവർത്തിച്ച പരിചയവും കൂടെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ പ്രതികൂലമായിട്ടുള്ളത് അദ്ദേഹം ഒരു ഗ്രൂപ്പ് നേതാവാണ് എന്നതാണ്. NSS നോമിനി എന്ന ആക്ഷേപവും അദ്ദേഹത്തിന് മേൽ അനുകൂലമായ അതേ കാര്യം പ്രതികൂലമായിട്ടും വരും. MLA-മാരുടെ പിന്തുണ കുറവ് അദ്ദേഹത്തിന് പ്രതികൂലമായിട്ടുണ്ടെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായി എന്നതും അദ്ദേഹത്തിൻ്റെ പ്രതികൂല നിലയാണ്. KC വേണുഗോപാൽ, അദ്ദേഹത്തിന് അനുകൂല നിലപാട്. കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പവർഫുൾ പൊസിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനാണ് KC വേണുഗോപാൽ എന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. ദേശീയ രാഷ്ട്രീയത്തിലെ പരിചിത മുഖമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണ്. നേതാക്കൾക്കിടയിലെ സ്വീകാര്യത KC വേണുഗോപാലിന് കേരളത്തിൽ വലിയ എഡ്ജുണ്ടാക്കും. പ്രതികൂലമായ കാര്യങ്ങൾ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമല്ല എന്നതാണ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണത്. കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ തുടർ പരാജയങ്ങളുടെ ഒരു ഭാഗം പങ്ക് അദ്ദേഹത്തിന് മേൽക്കൂടി വരുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അണികൾക്കിടയിലെ പിന്തുണക്കുറവും അദ്ദേഹത്തിന് പ്രതികൂലമായിട്ടുണ്ട് എന്ന് പറയുന്നു. വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രവർത്തനം ഡൽഹിയിലാണ് എന്നൊരു കാര്യം കൂടെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. KPC പ്രസിഡന്റ് ആയ ശേഷമുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്നത് K. സുധാകരന് അനുകൂലമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിലയാണ്. കോൺഗ്രസിൽ അദ്ദേഹം തുടക്കമിട്ട സംഘടനാ പരിഷ്കാരങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അത് അനുകൂലമാണ്. കടുത്ത CPIM വിമർശകനാണ്. പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ കടുത്ത വിമർശകനാണ് K. സുധാകരൻ. അണികളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നത് അനുകൂലമായിട്ടുള്ളൊരു നിലയാണ്. പക്ഷേ പ്രതികൂലം വിവാദമാകുന്ന വാക്കുകൾ നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെശകി പോകാറുണ്ട്. കോൺഗ്രസിൽ സ്വീകാര്യമല്ലാത്ത ഒരു കണ്ണൂർ ശൈലി അദ്ദേഹത്തിനുണ്ട് എന്നത് പ്രതികൂല കാര്യമായിട്ട് ആളുകൾ പറയുന്നു. എല്ലായിടത്തും ഓടിയെത്താൻ അദ്ദേഹത്തിന് ആകുന്നില്ല ഈ കാലത്ത് എന്നൊരു കാര്യം കൂടിയുണ്ട്. പ്രതിപക്ഷ നേതാവുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികൂല നിലയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ. ശശി തരൂരാണ്
അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ആളുകൾ പറയുന്നത് വിശ്വപൗരൻ എന്ന പ്രതിച്ഛായയാണ്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യം. യുവാക്കളിലും മുതിർന്നവരിലും നല്ല സ്വാധീനം ശശി തരൂരിനുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ അനുകൂല നിലയാണ്. നിഷ്പക്ഷ വോട്ടർമാർക്ക് നല്ല താല്പര്യം ശശി തരൂരിനോടുണ്ട്. ഉയർന്ന അക്കാഡമിക് നിലവാരം നിശ്ചയമായിട്ടും ശശി തരൂരിൻ്റെ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്ക് ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ പ്രതികൂലമായിട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങളുണ്ട്. അത് പാർട്ടി ലൈൻ വിട്ടുപോകുന്ന നിലപാടുകളാണ്. അദ്ദേഹം പാർട്ടി ലൈനിൽ നിൽക്കുന്നില്ല. മോദി പിണറായി അനുകൂല പ്രസ്താവനകൾ സമീപകാലത്ത് പോലും അദ്ദേഹം നടത്തി. അത് അദ്ദേഹത്തിന് പ്രതികൂലമായിട്ടുള്ള നിലയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ സജീവമല്ല എന്ന പരാതി ശശി തരൂരിനെതിരെ ഇപ്പോഴുണ്ട്, പൊതുവിലുണ്ട്. കേരളത്തിൽ എപ്പോഴുമില്ല എന്ന് മാത്രമല്ല, വളരെ അപൂർവ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നൊരു കാര്യമാണ് ശശി തരൂരിന് മുന്നിലുള്ളത്. നമുക്ക് കോൺഗ്രസിലെ കാര്യങ്ങൾ കുറേയായിട്ട് അങ്ങനെ വലിയ തോതിൽ ചർച്ചയല്ല. കാരണം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമാണല്ലോ അവിടെ ചർച്ചകളിലേക്ക് നമുക്ക് പോകാനാകും. പക്ഷേ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിൽ നോക്കുന്നുവെന്നാണ് കരുതുന്നത്. നമ്മൾ കോൺഗ്രസിനെ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന കാലത്ത് അതിനായിട്ടുള്ള സമരങ്ങളും ചർച്ചകളും മറ്റുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് എങ്ങനെ നോക്കിക്കാണണം? ഹർഷൻ എന്താ വിചാരിക്കുന്നത്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വളരെ ശക്തമായ സമരമൊക്കെ പ്രതിപക്ഷം നടത്തിയിരുന്നു. അതുമാത്രമല്ല, കൃത്യമായ ആരോപണങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല വിജയിച്ചിരുന്നു. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനെ ഒരു സംഘമായി ഒരുമിച്ച് നിന്ന് അതിനെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ പക്ഷേ കോൺഗ്രസ് പരാജയപ്പെട്ടു. മാത്രമല്ല, അന്നത്തെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. കോവിഡ് എല്ലാം വന്നു. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തവണ അതിൽ നിന്നൊക്കെ സാഹചര്യം വ്യത്യസ്തമായി 2 ടേമിലെ ഒരു ഭരണത്തിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും സംസ്ഥാനം പോകാനിരിക്കുകയാണ്. അപ്പോൾ ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 10 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിപ്പോൾ 20 വയസ്സായി. അതായത് 10 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന് ജനിച്ച ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു ഈ രാഷ്ട്രീയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല. അതിനുശേഷം ഒരു 10 വർഷത്തെ കാലം കൂടി അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെ പുതിയ വോട്ടർമാരുടെ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അവിടെ വളരെ പെട്ടെന്ന് വിജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനൊന്നും ഉണ്ട് എന്നും ഞാൻ കരുതുന്നുമില്ല. കാരണം കോൺഗ്രസിൻ്റെ അവസ്ഥ അറിയാമല്ലോ, 21 അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ അംഗസംഖ്യയിൽ അവർ വളരെ ദുർബലമായ അവസ്ഥയിലാണ്. ലീഗ് കൂടുതൽ കരുത്തോടെ നിൽക്കുന്നുണ്ട് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ UDF എന്ന നിലയിൽ അതിൻ്റെ ഒരു ടോട്ടൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇടതു മുന്നണിയുടെ ഇപ്പോഴത്തെ ഒരു അംഗബലത്തെ മറികടക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രകടനം നടത്താൻ കഴിയുമോ എന്ന സംശയമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനുള്ള ഒരവസരം എന്നത് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായതാണ്. കാരണം സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം മാറി മറിഞ്ഞു കഴിഞ്ഞപ്പോൾ പരാജയം രുചിക്കേണ്ടി വന്നു. അതിനുശേഷം സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് സനീഷ് ഓർക്കുന്നുണ്ടോ? അതായത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റവും വലിയ വിമർശനത്തിന് പാത്രമാകേണ്ടി വന്ന 2 നേതാക്കൾ, നേതൃത്വം നൽകിയ 2 നേതാക്കൾ എന്ന നിലയ്ക്ക്. അതിനുശേഷം രമേശ് ചെന്നിത്തല കഴിഞ്ഞ 4 വർഷക്കാലം അവധാനതയോടെ കാത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം രംഗത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? NSSൻ്റെ വേദിയിൽ, SNDPയുടെ വേദിയിൽ, മറ്റ് ഇതര സാമുദായിക സംഘടനകളുടെ വേദിയിലൊക്കെ വളരെ സജീവമായി പെട്ടെന്ന് കടന്നു വന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം ആക്റ്റീവ് ആവുന്നു. തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ, മുമ്പ് ആദ്യം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ, പുതിയ ആരോപണങ്ങളൊക്കെ അവതരിപ്പിച്ചോ അതേ മട്ടിൽ തന്നെ അദ്ദേഹം ആക്റ്റീവായി വരുന്നു. ഇപ്പോൾ ഭരണപക്ഷം നിരന്തരം വിമർശിക്കുന്നുണ്ടല്ലോ ഇരട്ട വാർത്താ സമ്മേളനങ്ങൾ. അതായത് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടക്കുന്നു, അതിന് തൊട്ടു പിന്നാലെ VD സതീശനും വാർത്താ സമ്മേളനം നടത്തുന്നു. അങ്ങനെ 2 പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ള പ്രതീതിയൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോഴാണ് സ്വാഭാവികമായും കോൺഗ്രസിൽ പിന്നെയും മുറുമുറുപ്പ് തുടങ്ങിയത്. സത്യത്തിൽ ഒരു വിഭാഗീയതയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം VD സതീശനും സ്വീകരിച്ചിട്ടില്ല, ഒരു പരിധിവരെ കെ സുധാകരനും സ്വീകരിച്ചിട്ടില്ല. ഇതുവരെ കാരണം അധികാരമുള്ളിടത്തേക്കാണ് കോൺഗ്രസിൽ സ്വാഭാവികമായും ആളുകൾ അടുക്കുക. ആ നിലയ്ക്ക് ഒരു തരക്കേടില്ലാത്ത നിലയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ VD സതീശൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു അപസ്വരമുണ്ടാവുന്നു എന്ന പ്രതീതി ഉണ്ടാവുന്നു. പിന്നെ തർക്കങ്ങളാവുന്നു. ശശി തരൂരിൻ്റെ കമൻറ്റുകൾ വരുന്നു. തരൂരിനും താല്പര്യങ്ങളുണ്ടല്ലോ സ്വാഭാവികമായും. തൽക്കാലം ഇപ്പം ഉണ്ടാതിരിക്കുകയാണ് KC വേണുഗോപാലെങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിന് താല്പര്യങ്ങളുണ്ടാവാം. ചർച്ച ഡൽഹിയിലെത്തുമ്പോഴാണ് മൊത്തം കളം മാറുന്നത്. കാരണം VD സതീശൻ കൃത്യമായൊരു നിലപാടെടുക്കുകയാണ്. അവിടെ VD സതീശൻ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ VD സതീശൻ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു തർക്കമുണ്ടായാൽ, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി മത്സരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ പരാജയപ്പെടും. ഇപ്പോൾ വിജയിക്കാവുന്ന സാഹചര്യമുണ്ട്, പക്ഷേ പരാജയപ്പെടും എന്നുള്ളത് പറയും. അവിടെയാണ് അതായത് ഈ സതീശൻ ഇങ്ങനെ പറഞ്ഞു, ഒരല്പം പിൻവാങ്ങി നിന്നു എന്ന പോയിന്റ് വരുമ്പോഴാണ് ഞാനിത് 3ാം പിണറായി സർക്കാരിലേക്കാണ് കാര്യങ്ങളെല്ലാം പോകുന്നതെന്ന് പല ആളുകളും പറയുമ്പോൾ
ഞാനതിനെ വേണമെങ്കിൽ അവിശ്വസിക്കാനും തയ്യാറാണ്. കോൺഗ്രസ് സർക്കാർ ഒന്നുകൂടെ വന്നുകൂടായികയില്ല, അല്ലെങ്കിൽ ഒരിക്കൽ അടുത്ത തവണ വന്നുകൂടായികയില്ല, UDF സർക്കാർ വന്നുകൂടായികയില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ പണ്ട് ഓർമ്മയുണ്ടോ ഹർഷൻ, അതായത് വലിയ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതായത് തലേ ദിവസമൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുകയാണ് ഇടതുപക്ഷ നേതാക്കൾ, അതായത് VS അച്യുതാനന്ദനും വെളിയും ഭാർഗവനും മറ്റൊക്കെ കുത്തിയിരുന്ന് പഠിക്കുകയാണ്. അപ്പുറത്ത് K കരുണാകരനും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് അടിയാണ്, എല്ലാവരും കുട്ടികളാണ്, അടിയാണ്. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് മാർക്ക് വരുമ്പോൾ 10-ൽ 10 കരുണാകരനും AK ആന്റണിയും ചുമലിൽ കൈയിട്ട് വരുന്നു. ഇവർ രണ്ടുപേരും 10-ൽ 0 നിൽക്കുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസിന് എപ്പോഴും ഇവിടെ കേരളത്തിൽ വലിയ അടിത്തറയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇടയ്ക്ക് എനിക്കത് തെറ്റിപ്പോയിരുന്നു. കാരണം ഇടയ്ക്ക് ഞാനങ്ങനെ മാറി ചിന്തിച്ചിരുന്നു. കാരണം BJP വോട്ടുകൾ, അതായത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ അപ്പാടെ BJP കൊണ്ടുപോകും കേരളത്തിൽ എന്നൊരു തോന്നലുണ്ടായെങ്കിൽ അത് അങ്ങനെയല്ല സംഭവിച്ചത്. കോൺഗ്രസ് നിന്ന് മാത്രമല്ല BJPയിലേക്ക് വോട്ട് ചെയ്ത്, ഇടതുപക്ഷത്തും വോട്ടുകൾ പോയി. അപ്പോൾ കോൺഗ്രസിന് ഇപ്പോഴാണെങ്കിൽ നോക്കൂ, തെരുവിലെ സമരങ്ങളിൽ മുഴുവൻ ചെറുപ്പക്കാരായ ഇഷ്ടം പോലെ ആളുകളെയാണ് KSUവിൻ്റെ നേതൃത്വത്തിലേക്ക് കാണുന്നത്. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുമ്പോൾ അടികൊള്ളാനും തല്ലുകൊള്ളാനും പണ്ട് DYFIക്കാരെയും SFIക്കാരെയും കണ്ടതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകാം എന്ന തോന്നലുണ്ടാകുന്ന ഒരു അന്തരീക്ഷം നാട്ടിലുണ്ട്. അത് പക്ഷേ അതേക്കാൾ മുകളിൽ പിണറായി വിജയൻ്റെയും CPMൻ്റെയും സംഘടനാ പ്രവർത്തനങ്ങളും സംസ്ഥാന സമ്മേളനവും പിണറായി വിജയനെ വെല്ലാൻ മറ്റ് നേതാക്കൾ ആരും കേരളത്തിലില്ല എന്ന മട്ടിലുള്ള ചിത്രമൊക്കെ ഉള്ളതുകൊണ്ടാണ്. നമുക്കറിയില്ല തെരഞ്ഞെടുപ്പ് എന്താ സംഭവിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരു പരാജയപ്പെട്ട് അല്ലെങ്കിൽ പിൻവാങ്ങി ഇല്ലാതായി നിൽക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ നേതാക്കളുടെ കാര്യം, ഇപ്പോൾ എല്ലാ കാലത്തും കോൺഗ്രസ്സിൽ ഒരു നേതാവുണ്ടായിരുന്നു. അതായത് കരുണാകരൻ്റെ കാലത്ത് കരുണാകരൻ, AK ആന്റണിയുടെ കാലത്ത് AK ആന്റണി, ഉമ്മൻചാണ്ടി, അങ്ങനെ നേതാക്കൾ ആരാണ് ഈ തവണത്തെ നേതാവ് എന്ന് ചോദിച്ചാൽ ഒരാളെ നമ്മുടെ മനസ്സിലേക്ക് വരുമായിരുന്നു. ഇവർ തമ്മിൽ തല്ലുമ്പോഴും, കരുണാകരനും AK ആന്റണിയും തമ്മിൽ തല്ലുമ്പോൾ പോലും അവരിൽ ആരാണ് ഇത്തവണ വരിക എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയില്ല. അങ്ങനെ ഒരു ഒറ്റ നേതാവ് എന്നൊരു സംഗതി നമ്മൾ കാണുന്നില്ല. പക്ഷേ ഞാൻ ഈ ലിസ്റ്റിൽ നിന്ന് KC വേണുഗോപാലിനെയും ശശി തരൂരിനെയും K സുധാകരനെയും എടുത്ത് കളഞ്ഞിട്ട് ഈ VD സതീശനെയും രമേശ് ചെന്നിത്തലയും മാത്രം നിർത്തി പരിശോധിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു എഡ്ജ് കൂടുതൽ ഇന്നിപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്കുണ്ടായി. അതായത് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ മത്സരിക്കാൻ ഞാനില്ല, നിലപാട് തന്ത്രപരമായിട്ടാണെങ്കിൽ തന്നെയും സതീശൻ തന്ത്രപരമായിട്ടാണെങ്കിലും. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുണ്ട് ഹർഷൻ, അതായത് ഈ CPMൻ്റെയോ ഇടത് പക്ഷത്തിൻ്റെയോ പോലെയല്ല, സാമുദായിക സംഘടനകളുടെ പിന്തുണ കോൺഗ്രസിനും UDFനും വളരെയേറെ ആവശ്യമാണല്ലോ. NSSൻ്റെയും SNDPയുടെയും ക്രൈസ്തവ സഭകളുടെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണ എന്നത് ആർക്കാണോ അത് നിർബന്ധമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സതീശനേക്കാൾ കൂടുതൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിട്ട് രമേശ് ചെന്നിത്തല പിൻവാങ്ങി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ ഒരു വലിയ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്, കുറേ ദീർഘമായ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അന്ന് ഞാൻ 5 മണിക്കോ മറ്റോ അവിടെ എത്തിയിട്ട് അദ്ദേഹം എന്നോട് ക്ഷമാപൂർവ്വം പറഞ്ഞിട്ട് അദ്ദേഹം 9 മണിക്കാണ് അവിടെ നിന്ന് വന്നത്. എന്ന് വെച്ചാൽ പരാജയം ഉണ്ടായിട്ട് അദ്ദേഹം ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഈ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ വിളി വന്നുകൊണ്ടിരിക്കുകയും അദ്ദേഹം അവിടേക്ക് പോകേണ്ടി വരികയും മറ്റും ചെയ്തുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ക്രൈസ്തവ സഭയുടെയും മുസ്ലിം ലീഗിൻ്റെയും NSSൻ്റെയും പിന്തുണ, SNDPയുടെ പിന്തുണ അത്രയില്ല, NSSൻ്റെയും പിന്തുണ ആർക്ക് എന്നത് നിർണായകമായിരിക്കും. ഇപ്പം ഞാൻ സതീശൻ മാറി നിൽക്കുകയും സതീശൻ മുഖ്യമന്ത്രിയാകാൻ പാടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ സതീശൻ ഇങ്ങോട്ട് പിൻവാങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ഏത് പിന്തുണയുണ്ടായാലും ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്, ഹൈക്കമാൻഡിൻ്റെ നിലപാട് ഏറ്റവും നിർണായകമാവുക തന്നെയും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. അവിടെ VD സതീശൻ ഒരു മാതൃകയായി തന്നെ തൽക്കാലം മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് മുന്നിൽ. മാത്രമല്ല വിജയിപ്പിക്കാനുള്ള പണിയെടുക്കുക എന്നുള്ളത്, ഞാൻ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ഒരു ഹിമാലയൻ ടാസ്ക്കാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിക്കുക എന്നുള്ളത്. കാരണം 21 ഇടത്താണ് അവർക്ക് ഇപ്പോഴുള്ളത്. എത്ര സീറ്റാണ് അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നത് പരിശോധിച്ചാൽ നമ്മൾ പാർലമെൻറ്റിലെ സ്ഥിതിയൊന്നും അല്ലല്ലോ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ. അതുകൊണ്ട് വലിയ പാടാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് VD സതീശൻ പോയിട്ടുണ്ട്. ഇപ്പോൾ മലയോര ജാഥ നടത്തി 10-40 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ കവർ ചെയ്താണ് അദ്ദേഹം വരുന്നത്. അതിനുശേഷം ഇപ്പോൾ തീരദേശത്ത് കൂടിയുള്ള ജാഥ അദ്ദേഹം നയിക്കുകയാണ്. ഏതാണ്ട് 10-60 മണ്ഡലങ്ങൾ അവിടെ കവർ ചെയ്യും. അതായത് ഓരോ മണ്ഡലങ്ങളിലും സൂക്ഷ്മമായി അടുത്ത ഒരു വർഷം എത്താനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അത് VD സതീശനുണ്ട്. നിശ്ചയമായിട്ടും ഈ VD സതീശൻ സ്മാർട്ടായിട്ടുള്ള നേതാവാണ് എന്ന് കൂടെ പറഞ്ഞിട്ട് വേണം നമുക്കിത് അവസാനിപ്പിക്കുക. ഈ വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ സംഘടനാപരമായി ദുർബലമായാലും തെരഞ്ഞെടുപ്പുകളിൽ ചില തിരിച്ചടി നേരിട്ടാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് അസ്തമിച്ചു പോകുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. കാരണം ചരിത്രത്തിൽ ആഴത്തിൽ വേരോടിയ രാഷ്ട്രീയമാണത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ ഉപജീവിക്കുന്ന പൊതുബോധമാണ് കോൺഗ്രസിൻ്റെ മനസ്സ്. അതായത് കോൺഗ്രസ് ഒരു സംഘടനാ ശരീരമല്ല, ഒരു ബോധമണ്ഡലമാണ്. അതുകൊണ്ട് ഗ്രൂപ്പ് വഴക്കും താൻ പോരുമയും മാറ്റിവെച്ചാൽ കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് VD സതീശനും മുഖ്യമന്ത്രി ചർച്ച വേണ്ടെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞത് ശുഭകരമായ മാറ്റമാണ്. ഈ നില തുടരാനായാൽ കരുത്തുറ്റ കോൺഗ്രസ് എന്നത് തെല്ലും അസാധ്യമല്ല എന്ന് പറഞ്ഞ് ഈ വിഷയം RDX നിർത്തുന്നു.